അപ്പോൾ നമ്മൾ ഇന്ന് വളരെ വിശദമായിട്ടുള്ള ഒരു ഡിസ്കഷൻ നടന്ന സംഭവങ്ങളെക്കുറിച്ച് വളരെ വിശദമായിട്ട് പരിശോധിക്കുകയുണ്ടായി. പരിശോധനയ്ക്ക് ശേഷം നമ്മളിന്ന് ആദ്യമായി നമ്മുടെ പ്രവർത്തനങ്ങൾക്കിടയിൽ പുതിയ ഒരു കാർഡ് വിതരണം ആരംഭിച്ചു. അതിന്ന് ഒരു പ്രത്യേകമായിട്ടുള്ള ബെനിഫിഷ്യറി കാർഡാണ്, ഒരു ഡിജിറ്റൽ കാർഡ്. ഈ ഡിജിറ്റൽ കാർഡ് ഉപയോഗിച്ച് സ്മാർട്ട് കാർഡ് ഈ സ്മാർട്ട് കാർഡ് ഉപയോഗിച്ചുകൊണ്ട് ഹെൽത്ത് സംവിധാനം മാത്രമല്ല, എല്ലാ ഇതുമായി ബന്ധപ്പെട്ട ബെനിഫിഷ്യറിയും അവർക്ക് കിട്ടാവുന്ന വിധത്തിലുള്ള ഒരു പുതിയ ഡിജിറ്റൽ കാർഡാണ്. QR കോഡ് സ്കാൻ ചെയ്താൽ ഇതിലാരാണോ ഉള്ളത് അവരുടെ പൂർണ്ണമായ വിശദാംശങ്ങൾ അവർക്ക് ലഭ്യമാകും. അതുകൊണ്ട് ഈ ചികിത്സ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളിലേക്ക് കടക്കുമ്പോൾ ആ സൗകര്യങ്ങൾ വിതരണം ചെയ്യാൻ ഏറ്റവും എളുപ്പത്തിൽ കഴിയുന്നത് ഇത്തരമൊരു QR കോഡിലേക്ക് ആയതുകൊണ്ടാണ് എന്നുള്ളതുകൊണ്ടാണ് അങ്ങനെയൊരു നടപടിക്രമം തീരുമാനിച്ചത്. പ്രാഥമികമായിട്ടുള്ള 5ഓളം ദുരന്ത ബാധിതർക്കാണ് ഇന്നത് വിതരണം ചെയ്തത്. ബഹുമാനപ്പെട്ട MLA ഉണ്ടായിരുന്നു, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷംഷാദ് മരക്കാറുണ്ടായിരുന്നു, പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ബാബു ഉണ്ടായിരുന്നു, ജില്ലാ കളക്ടറും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും എല്ലാവരും പങ്കെടുത്ത യോഗത്തിൽ വെച്ചാണ് അങ്ങനെ വിതരണം ചെയ്തത്. രണ്ടാമത്തെ ഒരു കാര്യം, നിങ്ങളുടെ എല്ലാവരുടെയും ഇന്ന് നമ്മുടെ മീറ്റ് ദ പ്രസ്സിൽ നിങ്ങൾ കൂടി ഉന്നയിച്ച ഒരു പ്രശ്നം പ്രധാനമായിട്ടും ചർച്ച ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഈ ഫോറം നമ്പർ 1 ഇന്ന് പ്രധാനമായും പറഞ്ഞ ഒരു പ്രശ്നമാണ് പുനരധിവാസ പദ്ധതിയുടെ സമ്മതപത്രത്തിൽ 5ാമത്തേതായി പറയുന്ന ഫേസ് 1 ലിസ്റ്റിൽ ഉൾപ്പെട്ട പുനരധിവാസത്തിന് അർഹരായ എൻ്റെ കുടുംബം ദുരന്തബാധിത പ്രദേശത്ത് അനുഭവിച്ചു വന്ന ഭൂമിയും വീടുകളും സ്ഥാപനങ്ങളും മറ്റു ചമയങ്ങളും എന്ന വാക്കുമാറ്റി വീട് മാത്രമാക്കി ഭൂമിയും സ്ഥാപനങ്ങളും മറ്റു ചമയങ്ങളും എന്നുള്ളത് ഡിലീറ്റ് ചെയ്തു. അപ്പോൾ അതുകൊണ്ട് ഇനി ഫോം ഉണ്ടെങ്കിലും ഫോം കൊടുത്തതാണെങ്കിലും അതിൽ ആ ഭാഗം വെട്ടിയിട്ടായിരിക്കും നമ്മൾ സ്വീകരിക്കുക. വീട് മാത്രം സറണ്ടർ ചെയ്താൽ മതിയാകും, മറ്റ് സംവിധാനങ്ങളൊന്നും സറണ്ടർ ചെയ്യേണ്ടതില്ല. അതിലുണ്ടായ ഒരു ക്ലറിക്കൽ മിസ്റ്റേക്ക് ഇതിൻ്റെ 1ാമത്തെ അനുബന്ധം 1ൻ്റെ 5ാമത്തെ കാര്യത്തിലും അതുപോലെ തന്നെ തുടർന്ന് നിബന്ധനകളിൽ പറയുന്ന ഭാഗത്തും ഭൂമി ചമയങ്ങൾ സ്ഥാപനങ്ങൾ എന്ന വാക്കുമാറ്റി വീട് മാത്രം സറണ്ടർ ചെയ്യുക എന്ന ഒരു പൊതു സ്ഥിതിവിശേഷത്തിലേക്ക് മാറി. ഇന്ന് ഞങ്ങൾ പരിശോധിക്കുമ്പോൾ വളരെ വലിയ ഇടപെടൽ സ്വാഭാവികമായിട്ടും ജില്ലാ കളക്ടറുടെ ഭാഗത്ത് നിന്ന് നേതൃത്വത്തിൽ എല്ലാ വകുപ്പുകളെയും കൂട്ടിച്ചേർത്തുകൊണ്ട് ദുരന്ത നിവാരണ പ്രക്രിയയുടെ ഭാഗമായി നടന്നിട്ടുണ്ട്. അതനുസരിച്ച് കൃഷിഭൂമി നഷ്ടമുണ്ടായിട്ടുള്ള ആളുകൾക്ക് 19 ലക്ഷം രൂപ വിതരണം ചെയ്തിട്ടുണ്ട്. 262 ബെനിഫിഷ്യറികൾക്ക് എയിംസിൽ നൽകിയിട്ടുള്ള പ്രത്യേക സഹായങ്ങൾ വിതരണം ചെയ്തിട്ടുണ്ട്. കൃഷി വകുപ്പും കാർഷിക സർവകലാശാലയും അനുബന്ധ കേന്ദ്രങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവിടെ ഉണ്ടായിട്ടുള്ള ഭൂമി പൂർണ്ണമായും കൃഷിയോഗ്യമാക്കുന്നതിന് പറ്റിയ വിളകളേത്, അതിൻ്റെ കാലാവധി എത്രയായിരിക്കും, അത് നടത്താൻ വേണ്ടി ഏതെല്ലാം വിധത്തിലുള്ള സഹായങ്ങളാണ് ചെയ്യാൻ കഴിയുക എന്ന കാര്യത്തെ സംബന്ധിച്ച് ഒരു ധാരണയുണ്ടാക്കാൻ 2 ആഴ്ചത്തെ സമയം കൊടുത്തിട്ടുണ്ട്. അതിനുള്ളിൽ കൃഷി വകുപ്പ് ആ കാര്യങ്ങൾ നിർവഹിക്കണം. മൃഗസംരക്ഷണ വകുപ്പുമായി ബന്ധപ്പെട്ട് 18 ലക്ഷം രൂപയുടെ സഹായങ്ങൾ ഇപ്പോൾ ഗുണഭോക്താക്കൾക്ക് വിതരണം ചെയ്തിട്ടുണ്ട്. അതിന് പുറമെ 76 കോടി രൂപയുടെ ഒരു പ്രത്യേകമാക്കിയ പാക്കേജ് ഇപ്പോൾ സംസ്ഥാന ഗവൺമെൻറ്റിന് അയക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് സംസ്ഥാന ഗവൺമെൻറ് സമർപ്പിച്ച നടപടിക്രമങ്ങൾക്ക് നേതൃത്വം നൽകും. പൊതുവിദ്യാഭ്യാസത്തിലും ഉന്നത വിദ്യാഭ്യാസത്തിലും ശ്രദ്ധേയമായ പദ്ധതികളാണ് ഇപ്പോൾ നടപ്പിലാക്കി വരുന്നത്. പഠനോപകരണങ്ങൾ ആവശ്യമായ വിധത്തിൽ വിതരണം ചെയ്തിട്ടുണ്ട്. നമ്മുടെ മേപ്പാടി സ്കൂളിൽ 8 ക്ലാസ് റൂമുകളുടെ ഒരു പുതിയ കെട്ടിടം പണിയുന്നുണ്ട്. കിച്ചണിൻ്റെ പ്രവർത്തനം പൂർത്തീകരിച്ചു വരുന്നുണ്ട്. കളക്ടർ തന്നെ ഇടപെട്ട് 2 പുതിയ ബസ്സുകൾ അവിടെ കൊടുത്തിട്ടുണ്ട്. 27 കുട്ടികളുടെ ട്യൂഷൻ ഫീസ് നമ്മളിപ്പോൾ വിതരണം ചെയ്തിട്ടുണ്ട്. KSTMയുമായി ബന്ധപ്പെട്ട് 250 ലാപ്ടോപ്പ് ഉന്നത വിദ്യാഭ്യാസം നടത്തുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി വിതരണം ചെയ്യാൻ നിശ്ചയിച്ചു. അതിനു പുറമെ 223 കുട്ടികളുടെ ഉന്നത വിദ്യാഭ്യാസത്തിന് ആവശ്യമായിട്ടുള്ള സംഖ്യ അതിൻ്റെ ഒരു പ്രപ്പോസൽ KSTMയ്ക്ക് നൽകും. അതനുസരിച്ച് മറ്റു സഹായങ്ങളോടെ അവർക്ക് ആ പഠനം ലഭ്യമാക്കാൻ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പ്രത്യേകമായി നമ്മൾ ഇടപെടൽ നടത്തിയിട്ടുണ്ട്. നമ്മുടെ മെഡിക്കൽ ബോർഡിൻ്റെ യോഗം 6 തവണ ഇതിനകം ചേരുകയുണ്ടായി. അതനുസരിച്ച് 129 രോഗികളുടെ പ്രശ്നം പ്രത്യേകമായി പരിശോധിച്ചു. അവർക്ക് ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ നൽകാൻ വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ രൂപീകരിച്ചു. സൈക്കോളജിക്കൽ റീഹാബിറ്റേഷൻ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് നമ്മളിപ്പോൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ടാറ്റയുടെ CSR പ്രകാരമുള്ള 4 ഡോക്ടർമാരും കൗൺസിലേഴ്സും സർക്കാരിൻ്റെ 4 കൗൺസിലേഴ്സും ഉൾപ്പെടെ 8 കൗൺസിലർമാരുടെയും ഒരു സൈക്കാട്രിസ്റ്റ് ഡോക്ടർ ഉൾപ്പെടെയുള്ള ആളുകളുടെയും സഹായത്തോടെ
അത് കണ്ടിന്യൂ ചെയ്ത് പോകണം എന്നാണ് നമ്മൾ ആലോചിച്ചിട്ടുള്ളത്. ടാറ്റയുടെ സഹായത്തോടെ ജില്ലാ ഭരണകൂടം ഇടപെട്ട് ഒരു ലെവൽ 3 നിലവാരത്തിലുള്ള ട്രോമ കെയർ വൈത്തിരി താലൂക്ക് ആശുപത്രിയിൽ ഒരു ലെവൽ 3 നിലവാരത്തിലുള്ള ട്രോമ കെയർ 7 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് വൈത്തിരി താലൂക്കിൽ സ്ഥാപിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചു. സാസ്കി ഫണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് 15 കോടി രൂപയുടെ പുതിയ ബിൽഡിങ് അവിടെ നിർമ്മിക്കാനുള്ള എസ്റ്റിമേറ്റ് പൂർണ്ണമായിട്ട് തയ്യാറാക്കി. മേപ്പാടി CHSC ഉൾപ്പെടെയുള്ള എല്ലാ ആശുപത്രികൾക്കും ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ തയ്യാറാക്കി അതിൻ്റെ എസ്റ്റിമേറ്റ് എടുത്ത് നടപടിക്രമങ്ങളിലേക്ക് പോവുകയാണ്. ഹെൽത്ത് കാർഡ് കാണിച്ചാൽ മറ്റാശുപത്രികളിൽ ഈ സൗജന്യം നേരത്തെ നൽകണം. അതായത് എല്ലാവർക്കും ഓരോ സിംഗിൾ പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ഈ കാർഡ് ഉള്ളവരുടെ കാർഡ് സ്കാൻ ചെയ്ത് നോക്കിയാൽ, QR കോഡ് എടുത്ത് നോക്കിയാൽ ഒരാൾക്ക് ഒരു ആശുപത്രി ഉണ്ടാകും. ഉദാഹരണത്തിന് ചിലപ്പോൾ മേപ്പാടി FHSC ആയിരിക്കും, ചിലപ്പോൾ കൽപ്പറ്റ FHSC ആയിരിക്കും. അവിടെ ഒന്ന് കാണിച്ച് അവരുടെ നിർദ്ദേശപ്രകാരം ഈ പറയപ്പെടുന്ന സ്വകാര്യ മേഖലയിലുള്ള ഏത് ആശുപത്രികളിലേക്ക് കൊണ്ടുപോയാലും അവിടെ ഈ സ്പെഷ്യൽ ബെനിഫിറ്റ് ലഭ്യമാകും. ഇതിനു വേണ്ടി ഇത് ഉറപ്പിക്കാൻ വേണ്ടി സ്വകാര്യ ആശുപത്രി ഉടമകളുടെ യോഗം, 3 ജില്ലകളുടെ സ്വകാര്യ ആശുപത്രി ഉടമകളുടെ യോഗം നമ്മുടെ 3 ജില്ലാ കളക്ടർമാരുടെ നേതൃത്വത്തിൽ വിളിച്ചു ചേർക്കും. വയനാട്, കോഴിക്കോട്, മലപ്പുറം ജില്ലകൾ. ഈ 3 ജില്ലകളിലും അവർക്ക് ആവശ്യമായിട്ടുള്ള സൗജന്യങ്ങൾ ഇതിലൂടെ ലഭ്യമാകും. അവിടെ നിന്ന് RCC, ശ്രീചിത്ര പോലെയുള്ള ഏതെങ്കിലും ആശുപത്രികളിലേക്ക് ഫർദർ ട്രീറ്റ്മെൻറ്റിന് കൊണ്ടുപോകണമെങ്കിൽ അതിൻ്റെ പണവും സർക്കാർ വഹിക്കാം എന്ന വിധത്തിലുള്ള ധാരണ തയ്യാറാക്കിയിട്ടുണ്ട്. കുടുംബശ്രീ ഇവിടെ ലൈവ്ലിഹുഡുമായി ബന്ധപ്പെട്ട വലിയ മുന്നേറ്റം അക്കാര്യത്തിൽ നമ്മൾ നടത്തി വരികയാണ്. അതുമായി ബന്ധപ്പെട്ട് എല്ലാ വിധത്തിലുള്ള നടപടിക്രമങ്ങളും നടന്നിട്ടുണ്ട്. ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ 365 മൊബൈൽ ഒരു വർഷക്കാലത്ത് ഫ്രീ കണക്ഷനോടെ മൊബൈൽ നഷ്ടപ്പെട്ട എല്ലാവർക്കും വാങ്ങി നൽകുന്ന നടപടി, അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചു. അതിലേക്ക് കടക്കുകയാണ്. ഇവിടെ ഒറ്റപ്പെട്ടു പോയ കുട്ടികളുടെ കാര്യത്തിൽ ഒരു വലിയ സഹായം നമുക്ക് ചെയ്യാൻ വേണ്ടി കഴിയുകയാണ്. 2 രക്ഷകർത്താക്കളും നഷ്ടപ്പെട്ട 7 കുട്ടികളാണുള്ളത്. അവർക്ക് 10 ലക്ഷം രൂപ വീതം പ്രത്യേക സഹായമായി നൽകുകയാണ്. അതിൽ 6 പേരുടെ വിതരണം ചെയ്യുന്നു. ഒരു കുട്ടിയുടെ കൂടി കൊടുക്കാൻ ബാലൻസ് ഉണ്ട്. അത് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട സാങ്കേതിക പ്രശ്നമുള്ളതുകൊണ്ടാണ്. 14 കുട്ടികൾ, അതായത് സെമി ഓർഫൺ എന്നുള്ള വിഭാഗത്തിൽപ്പെടുത്തി ഒറ്റ രക്ഷകർത്താവ് മാത്രം നഷ്ടപ്പെട്ട 21 വയസ്സിന് താഴെയുള്ള കുട്ടികളുണ്ട്. അവിടെ 14 കുട്ടികൾക്കും 5 ലക്ഷം രൂപ വീതം നൽകുകയാണ്. ഞങ്ങൾ പരിശോധിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും രക്ഷകർത്താക്കളുടെ നഷ്ടം മാത്രമല്ല, ജീവിത സാഹചര്യങ്ങൾ തീരെ നഷ്ടപ്പെട്ടു പോയ 3 അന്യസംസ്ഥാന തൊഴിലാളികളായ അവരുടെ മക്കൾ കൂടിയുണ്ട്. അവർക്കും ഈ സൗകര്യം ലഭ്യമാക്കാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശം നൽകി.